ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മലിനീകരണത്തിന് അന്ത്യം കുറിക്കലാണ്. കാരണം നമ്മൾ ഒരുവിധമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാതിരിക്കുക. ഒരിക്കലും നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു ജീവിതം നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. പ്ലാസ്റ്റിക് നമുക്ക് ആവശ്യമാണ്. പക്ഷെ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിച്ചാൽ അത് വീണ്ടും പുനരുപയോഗിക്കുന്നതിന് വേണ്ടി, മറ്റൊരു പ്രോഡക്റ്റായി മാറുന്നതിന് വേണ്ടി നമുക്ക് അതിനെ മാറ്റിവെച്ച് സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയെങ്കിലും നമ്മൾ ശ്രമിക്കണം. അപ്പം പ്ലാസ്റ്റിക് നമ്മൾ ഭൂമിയിൽ വലിച്ചെറിയുമ്പോൾ നമ്മുടെ മണ്ണിൽ അത് സൃഷ്ടിക്കുന്ന ദൂഷ്യങ്ങൾ എന്നുവെച്ചാൽ നമ്മുടെ ഭൂമിയിലോട്ട് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ആ പ്ലാസ്റ്റിക് അവിടെ കിടക്കും. കുറെ നമ്മുടെ വീട്ടുമുറ്റത്തും അല്ലെ നമ്മുടെ ഞാൻ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു, അതോടൊപ്പം ലഹരി പദാർത്ഥങ്ങളെ വെറുക്കുന്നു. ഉരുൾപൊട്ടലായിട്ടും പെരുമഴയായിട്ടും ഒക്കെ നമ്മുടെ മുമ്പിൽ പരിസ്ഥിതി ദിനത്തിൽ ഇതിനെതിരെയുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമുക്കറിയാം എവിടെയാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിൽ നമ്മൾ ദിനമാണ്. 1973 മുതലാണ് നമ്മൾ ഈ ലോക പരിസ്ഥിതി ദിനം ആചരിക്കാനായിട്ട് തുടങ്ങിയത്. മനുഷ്യന്റെ വികസനം എന്ന വികാരമാണ് പ്രകൃതിയെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്. ഇവിടെ നിൽക്കുന്ന കൊച്ചു കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി, പരിസ്ഥിതിക്ക് ദോഷകരമായി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നമ്മളിപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളായിട്ടും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ടും എല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു വായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി ചേപ്പഴങ്ങൾക്കായി 100 തൈകൾ നിരന്നു നടുന്നു, അഴകിനായി തണലിനായി ചേപ്പഴങ്ങൾക്കായി 100 തൈകൾ നിരന്നു നടുന്നു. അപ്പൊ അത് നട്ടതാരാന്നറിയാമോ? അറിയില്ല. ഉള്ളൻ പക്വത അമ്മ തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ നിത്യവും നാം. ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും എൻ്റെ സ്കൂളിന്റെ പേരിലും നമ്മുടെ ക്ലബ്ബുകളുടെ പേരിലും വ്യക്തിപരമായ പേരിലുള്ള നന്ദി അറിയിച്ചു.